ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലെ ഒരു ടോപ്പിക്കായ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കാം. NCI. It comes when a company holds more than 50% of equity of another company, the remaining share held by ഔട്ട്സൈഡേഴ്സ്. ഓക്കെ, എന്താണ് NCI? ഒരു കമ്പനിക്ക് 50% കുറയാതെ ഷെയർ ഉണ്ട് ഒരു സബ്സിഡറി കമ്പനിയിൽ. അപ്പം ബാക്കി ഷെയർ ഹെൽഡ് ചെയ്യുന്നത് ആരായിരിക്കും? പുറത്തുള്ളവരല്ലേ, ഔട്ട്സൈഡേഴ്സ് ആയിരിക്കും, ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പനി, ഒരു എ ലിമിറ്റഡ്, ബി ലിമിറ്റഡ്. എ ലിമിറ്റഡ് പാരന്റ് കമ്പനിയാണ്, ബി ലിമിറ്റഡ് സബ്സിഡറി കമ്പനിയാണ്. എ ലിമിറ്റഡ് മൊത്തത്തിൽ ബി ലിമിറ്റഡിൽ എത്രയുണ്ട്? 10,000 ഷെയർസ് ഉണ്ട്. അതിൽ എ ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്നത് 7,000 ഷെയർസ് ആണ്. ബാക്കി 3,000 ഷെയർസ് ഇല്ലേ, ഇതാണ് ഔട്ട്സൈഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായിരിക്കും എന്ത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അവരുടെ ഇൻട്രസ്റ്റ് പുറത്തുള്ള, അതായത് നമ്മുടെ കമ്പനിക്ക് പുറത്തുള്ള ഒരു ചെറിയ പെർസെൻറ്റേജ്, പാരന്റ് കമ്പനിക്ക് പുറത്തുള്ള ഒരു ചെറിയ പെർസെൻറ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റിലെ അവരുടെ ഒരു ഇൻട്രസ്റ്റിനാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. എ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഈസ് ദി ഓണർഷിപ്പ് ഇൻട്രസ്റ്റ് ഇൻ എ സബ്സിഡറി കമ്പനി വിച്ച് ഓൺഡ് ബൈ ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് നോട്ട് ബൈ ദി പാരന്റ് കമ്പനി. പാരന്റ് കമ്പനിക്ക് പുറത്തുള്ള ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ കമ്പനിയിൽ അവരുടെ മൊത്തത്തിലുള്ള കമ്പനീൻ്റെ നെറ്റ് അസറ്റിൽ അവരുടെ ഓണർഷിപ്പ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയാറ്. ദെൻ ദി ഷെയർ ഇൻ ദി നെറ്റ് അസറ്റ് ഓഫ് സബ്സിഡറി അവൈലബിൾ ടു ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സ് ഈസ് നോൺ ആസ് NCI. അതായത് കമ്പനീൻ്റെ മൊത്തം നെറ്റ് അസറ്റിൽ ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സിനുള്ള ഷെയറിനെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി കാൽക്കുലേഷനാണ്. NCI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് മെത്തേഡ്, വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഔട്ട്സൈഡേഴ്സ് പ്ലസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റ്, പ്ലസ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, അതായത് റവന്യൂ പ്രോഫിറ്റ്. അതായത് കമ്പനീൻ്റെ അവരുടെ ഷെയർ വാല്യൂവിനോട് കൂട്ടത്തിൽ ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും എന്ത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, ഇനിയിപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ല, ക്യാപിറ്റൽ ലോസ് ആണ്, റവന്യൂ പ്രോഫിറ്റ് അല്ല, റവന്യൂ ലോസ് ആണ് വരുന്നതെങ്കിൽ ഇതെന്ത് ചെയ്യണം? ആഡ് ചെയ്യല്ല, അവരുടെ വാല്യൂയിൽ നിന്ന് ഈ എമൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെ NCIൻ്റെ ടോട്ടൽ എമൗണ്ട് കിട്ടും. ഇനി സെക്കൻഡ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് NCI എന്ന് പറയുന്നത്, NCI ഈക്വൽ ടു ഷെയർ ഇൻ ദി നെറ്റ് അസറ്റ് ഓഫ് ദി കമ്പനി. കമ്പനീൻ്റെ നെറ്റ് അസറ്റിൻ്റെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പനീൻ്റെ നെറ്റ് അസറ്റിൽ ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സിനുള്ള ഷെയറാണ്, അവരുടെ പെർസെൻറ്റേജ് ഓഫ് ഷെയറിനെയാണ് നമ്മൾ NCI എന്ന് പറയുന്നത്. സോ NCI ഈസ് ഈക്വൽ ടു ഷെയർ ഇൻ ദി നെറ്റ് അസറ്റ് ഓഫ് ദി സബ്സിഡറി കമ്പനി. അപ്പോൾ നെറ്റ് അസറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് പ്ലസ് ടോട്ടൽ ലാബിലിറ്റീസ്. ഇപ്പോൾ നമ്മുടെ കമ്പനി മൊത്തത്തിലൊരു അതിൻ്റെ നമ്മുടെ മൊത്തം ഷെയർ ക്യാപിറ്റലിനോട് കൂടത്തില്ല റിസർവ് ആൻഡ് സർപ്ലസ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്നും ടോട്ടൽ ലാബിലിറ്റി, അവരുടെ പെർസെൻറ്റേജ് ഓഫ് ലാബിലിറ്റീസ് മൈനസ് ചെയ്യുന്നതായിരിക്കും എന്ത്? NCI എന്ന് പറയുന്നത്. കമ്പനീൻ്റെ അവരുടെ പെർസെൻറ്റേജ്, അതായത് ഇപ്പോൾ ഒരു 30% നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിങ്ങിൽ മൊത്തം നെറ്റ് അസറ്റിൽ 30% നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് നിന്ന് ടോട്ടൽ ലാബിലിറ്റീൻ്റെ 30% ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് കിട്ടും? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അതായത് ഔട്ട്സൈഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, കമ്പനീൻ്റെ സബ്സിഡറി കമ്പനീൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, നമ്മളിനി ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൽ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലുസ്ട്രേഷൻ 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ഹോൾഡിംഗ് കമ്പനി ആൻഡ് ബി ലിമിറ്റഡ് സബ്സിഡറി കമ്പനി ആർ ഗിവൺ ബിലോ. എ ലിമിറ്റഡിൻ്റെ ബി ലിമിറ്റഡിൻ്റെയും ഇക്വിറ്റീസും അസറ്റ്സും തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹1 ഈച്ച്. എ ലിമിറ്റഡിൽ 24,000 ആൻഡ് ബി ലിമിറ്റഡിൽ 10,000. റിസർവ് ആൻഡ് സർപ്ലസ് ഒന്നുമില്ല. ദെൻ കറൻറ്റ് ലാബിലിറ്റീസ് 16,000 ആൻഡ് 6,000 ആൻഡ് ടോട്ടൽ ലാബിലിറ്റീസ് 14,000 16,000. പിന്നെ അസറ്റ്സ് ആണ്. ഫസ്റ്റ് വരുന്നത് നോൺ കറൻറ്റ് അസറ്റ്, ഫിക്സഡ് അസറ്റ് ഒന്നുമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് 8,000 ഷെയർസ് ഇൻ ബി ലിമിറ്റഡ്, ₹8,000 വണ്ണിൻ്റെ ആയതുകൊണ്ട് 8,000. ദെൻ അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലായി മൊത്തം 10,000 ഷെയർസിൽ പാരൻറ്റ് കമ്പനിക്ക് എത്രയേ ഉള്ളൂ? 8,000 ഷെയർസേ ഉള്ളൂ. അപ്പം ബാക്കി റിമൈനിങ് 2,000 ഷെയർസ് ആരുടെ ആയിരിക്കും? ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ ഈ കാര്യം മനസ്സിലായി.
അപ്പോൾ നമുക്ക് ഇനി ആ ഒരു 2000 ഷെയർ, ആ ഷെയർ വാല്യൂ ഇല്ല. അപ്പം മൊത്തം നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ദെൻ കറൻറ്റ് അസറ്റ് തന്നിട്ടുണ്ട് 32,000 ആൻഡ് 16,000 ടോട്ടൽ അസറ്റ്. ഇനി നമുക്ക് ബാക്കി നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് എ ലിമിറ്റഡ് അക്യൂർഡ് ഷെയർ ഓഫ് ബി ലിമിറ്റഡ് ഓൺ 31st December 2020. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈ പ്രോബ്ലം വലിയ പ്രോബ്ലം ഒന്നുമല്ല, നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഷെയർ കണ്ടുപിടിക്കണം. അതായത് എ ലിമിറ്റഡിന് ബി ലിമിറ്റഡിലുള്ള ഷെയർ മൊത്തം 10,000 ഷെയർസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ എത്രയായിരിക്കും ഷെയർ എന്ന് പറയുന്നത്? 10,000. 8,000 divided by 10,000, that is equal to 4/5%. 4/5 ആണ് ആറുള്ളത് നമ്മുടെ എ ലിമിറ്റഡിന് ബി ലിമിറ്റഡിലുള്ള ഷെയർ. അപ്പം ബാക്കി റിമൈനിങ് 1/5 ആരുടേതായിരിക്കും? ഔട്ട്സൈഡേഴ്സിൻ്റെ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ നമ്മൾ രണ്ടാമത് പറഞ്ഞ മെത്തേഡിലാണ് കേട്ടോ ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അതായത് കമ്പനിക്ക് ടോട്ടൽ ലാബിലിറ്റീസ് എത്രയാണ്? 16,000 ഉണ്ട്. ടോട്ടൽ അസറ്റ് എത്രയുണ്ട്? 16,000 ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടും ഈക്വൽ ആയത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം പോയിട്ട് 1/5 ഷെയർ, അതായത് 1/5 ഷെയർ ആണ് ഔട്ട്സൈഡേഴ്സിൻ്റെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വരുന്നത്. അതായത് അവരുടെ ഓണർഷിപ്പ് 1/5 മാത്രമേ ഉള്ളൂ. അപ്പം 1/5 ഇൻറ്റു 16,000, അതായത് മൊത്തം കമ്പനിക്ക് 16,000 രൂപേൻ്റെ അസറ്റ് ഉണ്ട്. അപ്പോൾ ഷെയറിൻ്റെ അസറ്റ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് ഇത് 16,000 ഇൻറ്റു 1/5, 3,200 ഉണ്ട്. ഇത് ലെസ്, അതിൻ്റെ അകത്തോട് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് അവൻ്റെ ലാബിലിറ്റീസ് മൈനസ് ചെയ്യണം. ലാബിലിറ്റീസ് സൈഡിൽ 6,000 രൂപ, കറൻറ്റ് ലാബിലിറ്റി മാത്രമേ ഉള്ളൂ 6,000 രൂപ. അതിൻ്റെ 1/5 എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 1,200. അതായത് 3,200 1,200 മൈനസ് ചെയ്തിട്ട് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് 2,000. ഈ രീതിയിലല്ലാണ്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മെത്തേഡ്, അതായത് കമ്പനീൻ്റെ അവർ ഹോൾഡ് ചെയ്യുന്ന ഷെയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇവിടെ മൊത്തം 1 രൂപേൻ്റെ ഷെയറാണുള്ളത്. മൊത്തം 10,000 ഷെയർ ഉണ്ട്. അതിൽ 8,000 ഹോൾഡ് ചെയ്യുന്ന എ ലിമിറ്റഡ് ആണ്. ബാക്കി 2,000, അതായത് 2,000 ഇൻറ്റു 1 2,000 ആണ് ആരുടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റിലാണ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഇവിടെ ഈ ഹെഡിൽ ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കണം. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ആണ് ഈ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആയതുകൊണ്ട് എ ലിമിറ്റഡും ബി ലിമിറ്റഡും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ നമ്മൾ ആരുടെ മാത്രമേ കാണിക്കുന്നുള്ളൂ? എ ലിമിറ്റഡിൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ റിസർവ് ആൻഡ് സർപ്ലസ് അതൊന്നും പറയുന്നില്ല. ടോട്ടൽ ചെയ്യുന്നു, അതിൻ്റെ ടോട്ടൽ നമ്മൾ ചെയ്യുന്നു. ദെൻ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 2,000, അതവിടെ എഴുതുന്നു. ദെൻ കറൻറ്റ് ലാബിലിറ്റീസ്, രണ്ടുപേരുടെയും കൂടെ കറൻറ്റ് ലാബിലിറ്റീസ് ജോയിൻ ചെയ്തിട്ട് 22,000 എഴുതി. ദെൻ ടോട്ടൽ ലാബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഫിക്സ്ഡ് അസറ്റ് ഒന്നുമില്ല, ടാഞ്ചിബിൾ അസറ്റ്സ് ഒന്നുമില്ല. നമ്മളോട് ഇവിടെ എന്തായാലും കോസ്റ്റ് ഓഫ് കൺട്രോളിൻ്റെ ഇതൊന്നുമില്ല, അതായത് ഗുഡ്വില്ലിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ഡയറക്റ്റ് നമുക്ക് പോവാം. ഇൻടാഞ്ചിബിൾ അസറ്റ് നില്ല്, അതൊന്നുമില്ല. ദെൻ കറൻറ്റ് അസറ്റ് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് 48,000. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു ബാലൻസ് ഷീറ്റ്. ഇതായത് സിമ്പിൾ പ്രോബ്ലം ആണ്. ആകെ നമ്മൾ ചെയ്യേണ്ടത് ഈ കാൽക്കുലേഷൻ, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ മാത്രമാണ്.